തൽക്കാലം ഒരു സമനിലയൊക്കെ വന്നതുപോലെ തോന്നും. പക്ഷെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ പൊട്ടിത്തെറിക്കും. അതല്ല സമനില. എന്ത് സംഭവം വന്നാലും ഇവിടെ ഒരു പൊട്ടിത്തെറിയില്ല. നടക്കേണ്ടതൊക്കെ നടക്കും. അങ്ങനെ സമനില പ്രാപിച്ചവർ സൃഷ്ടിയെ ജയിക്കുന്നു. സൃഷ്ടിയിൽ തന്നെ ഭൂകമ്പമോ അല്ലെങ്കിൽ കൊടുങ്ക എന്ത് വന്നാലും നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം. സമനില നഷ്ടപ്പെട്ടിട്ട് എന്ത് പ്രയോജനം? മരണം മുമ്പിൽ വന്ന് നിന്നാലും എന്താണ് സമനില നഷ്ടപ്പെടുന്നില്ല. എന്താ? സമനില പ്രാപിച്ച മനസ്സ് തനിക്ക് മരണമില്ല എന്ന് ഉറപ്പുവരുന്ന മനസ്സാണ്. അപ്പൊ പിന്നെ മരണം തന്നെ മുമ്പ് വന്നു നിന്നാലും ഭയപ്പെടാൻ എന്തിരിക്കുന്നു? അങ്ങനെ ഇഹൈവതൈർജിത സർഗോ യേഷാം സാമ്യസ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ. അർജുന, ദോഷമില്ലാത്ത മനസ്സിന്റെ സമനിലയാണ് ബ്രഹ്മം. തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഹ. അതുകൊണ്ട് മനസ്സ് സമനില പ്രാപിച്ചവർ ബ്രഹ്മത്തിലെത്തി നിൽക്കുന്നു. ഇതൊക്കെ നമുക്ക് ശ്രദ്ധാപൂർവം അഭ്യസിച്ചു നോക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിലും ചുറ്റുപാടുമൊക്കെ ഇത് അഭ്യസിക്കാൻ ധാരാളം സന്ദർഭങ്ങളുണ്ട്. എന്നുവെച്ചാൽ മനസ്സിനെ ഇളക്കാവുന്ന സംഭവങ്ങളാണ് ഓരോ നിമിഷവും ഓരോ ഇടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നമ്മുടെ മനസ്സ് സമനില തെറ്റിയാൽ പ്രശ്നം കുറെ കൂടെ വഷളാകുമെന്നല്ലാതെ ഒരു പരിഹാരം ഉണ്ടാവില്ല. നേരെമറിച്ച് സമനിലയിൽ നിന്ന് ശാന്തമായി അതിന് പരിഹാരം കാണാൻ ശ്രമിക്കൂ. ഒളിച്ചോടണം എന്ന് കൃഷ്ണൻ ഒരിക്കലും പറയുന്നില്ല. ഗുരുദേവൻ തന്നെ പറയുകയാണ്, കഷ്ടം സവനമൊഴിഞ്ഞ് ഈ സകാമ കർമ്മം ഒഴിച്ച് സവനമൊഴിഞ്ഞ് സമത്വമാർന്നു നിൽപ്പിയിൽ അവനിയിൽ ആരും എന്ന് വെച്ചാൽ വളരെ അപൂർവം പേർ ഈ സത്യത്തെ അന്വേഷിക്കുന്നവരൊഴിച്ച് ആയിരങ്ങളിൽ ഒരെണ്ണം ഒഴിച്ച് മറ്റാരും തന്നെ സവനമൊഴിഞ്ഞ് ഈ സകാമ കർമ്മം വിട്ട് സമത്വമാർന്നു നിൽപ്പിയില്ല. സമത്വമാർന്നാരും നിൽക്കുന്നില്ല. അവനിയിൽ ആരും. അതെന്താ ഗുരുദേവ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അനാദി ലീലയത്രേ. എന്താണെന്നുള്ളതിന് കാര്യകാരണഭാവമൊന്നും കണ്ടെത്താൻ പറ്റില്ല. ഇത് അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളി, ഇന്ദ്രജാലം. ലീല എന്ന് വെച്ചാൽ ഇന്ദ്രജാലം എന്നാണ് ഇവിടെ അർത്ഥം. മായാപ്രകടനം. അനാദി ലീലയത്രേ. നേരെ മറിച്ച് ആർക്കെങ്കിലും ഒരാൾക്ക് അവിരളമാകുമിതാകവേ അറിഞ്ഞാൽ, എനിക്ക് ഈ ജഡങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, ഞാനത് അനുഭവിച്ചറിയുന്നു. എങ്ങനെ അനുഭവിച്ചറിയുന്നു? ഞാൻ ഭേദചിന്തകൾ മാറ്റി, രാഗദ്വേഷങ്ങൾ മാറ്റിയപ്പോ എനിക്ക് നല്ല ബോധ്യമായി എന്നിൽ ഇതേവരെ ഒരു കളങ്കവും ബാധിച്ചിട്ടില്ല. ഒരു വിളക്കിൽ എന്റെ മുമ്പിൽ ചില മറകൾ വരുമ്പോഴാണ് ആ മറകൾ വിളക്കിനൊരു കേടും വരുത്തുന്നില്ല. ഒരു നല്ല വിളക്ക് 1-2 മറയുണ്ടെന്ന് നോക്കുക, ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ആ വിളക്കിന്റെ പ്രകാശം വേണ്ട പോലെ അനുഭവിക്കാൻ പറ്റില്ല. പക്ഷെ ഈ മറകൾ പ്രകാശത്തെ എന്തെങ്കിലും തരത്തിൽ കുഴപ്പപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. അതുപോലാണ് നമുക്കും. അത് എപ്പോൾ മനസ്സിലാകും? മറ മാറ്റി നോക്കുമ്പോൾ അറിയാം. അതുപോലെ ഭേദചിന്തകളും രാഗദ്വേഷവും മാറ്റി നോക്കൂ. സർവം ബ്രഹ്മമയം എന്ന് മനസ്സിനെ പഠിപ്പിച്ചുറപ്പിച്ച സമനില ഉറപ്പിക്കൂ. ആ സമനിലയൊക്കെ ഉറപ്പിച്ചിട്ടും എനിക്ക് ആ തൃപ്തിയും ശാന്തിയും കിട്ടുന്നില്ല, ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. സമനില ഉറപ്പിച്ചവർക്കൊക്കെ സൂര്യതുല്യം ബോധ്യമായിട്ടുണ്ട്. അസാധാരണമായ ആ സത്യത്തിന്റെ ആനന്ദം, ബ്രഹ്മാനന്ദം നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ ശങ്കര ഭഗവത്പാദർ പറയുകയാണ്, യത് സൗഖ്യം ബുദ്ധി ലേശലേശതൈമേ ബ്രഹ്മാദയോ നിർവൃത്താഹ.
മനസ്സിന്റെ സമനില പ്രാപിച്ച ആൾക്ക് കിട്ടുന്ന സൗഖ്യം. അല്ല വല്ലവർക്കുമല്ല. നമുക്കെന്തുകൊണ്ട് കിട്ടുന്നില്ല? നമുക്ക് സമനില വരുന്നില്ല. ശീലിച്ച് നമ്മൾ ആ സമനിലയിൽ എത്തുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ? സൗഖ്യം ബുദ്ധി ലേശലേശമേ ബ്രഹ്മാദയോ നിർവൃതാഹ. ബ്രഹ്മാനന്ദമാകുന്ന ആനന്ദസമുദ്രത്തിലെ തുള്ളികൾ അനുഭവിച്ചാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെന്ന ത്രിമൂർത്തികൾ പോലും സുഖിക്കുന്നത്. യക്കശ്ചിൻ നിതരാം പ്രശാന്തകലനെ ലബ്ധ്വാ മുനിർനിർവൃതഃ. ഒരു മുനിക്ക് പ്രശാന്തകലനെ സമനില പ്രാപിച്ച, ഇങ്ങനെ കാമങ്ങളിൽ കൂടെ പലതും നേടണം എന്ന ആഗ്രഹം വിട്ടുപോയ ഒരു മുനിക്ക് ചിത്തത്തിൽ ആ സൗഖ്യം ബുദ്ധി തെളിയുന്നു. യച്ചിത്തേ നിതരാം പ്രശാന്തകലനെ ലബ്ധ്വാ മുനിർനിർവൃതഃ. മുനി നിർവൃതനായിത്തീരുന്നു. അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം ചിത്തേ നിതരാം പ്രശാന്തകലനെ ലബ്ധ്വാ മുനിർനിർവൃതഃ യസ്മിൻ നിത്യസുഖാംബുധൗ ഗളിതധിർ ബ്രഹ്മൈവ. ആ ബ്രഹ്മാനന്ദ സമുദ്രത്തിൽ ഈ കൊച്ചഹം, നമ്മൾ ഈ അന്ധകരണത്തിന്റെ പിന്നാലെ പായുന്ന അഹം ഉണ്ടല്ലോ, ആ സമുദ്രത്തിൽ ഒരു കുമിള ലയിക്കും പോലെ ലയിച്ചു ചേരുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ബ്രഹ്മത്തെ അറിയുന്നയാളല്ല, ബ്രഹ്മം തന്നെ. യസ്മിൻ നിത്യസുഖാംബുധവും ഗളിതധിർ ബ്രഹ്മൈവ. അദ്ദേഹം ബ്രഹ്മം തന്നെ. അത് ബ്രഹ്മവിത്ത്, അല്ലാതെ ബ്രഹ്മത്തെ അറിയുന്നയാളൊന്നുമല്ല. ബ്രഹ്മവും അദ്ദേഹവും ഒന്നായി കഴിഞ്ഞു. യക്കശ്ചിത് സുരേന്ദ്ര വന്ദിതപദോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേവേന്ദ്രൻ പോലും ദൂരെ മാറി നിന്ന് അദ്ദേഹത്തെ കൈയെടുത്ത് തൊഴുതിട്ട് പൊക്കോളുന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. യക്കശ്ചിത് സുരേന്ദ്ര വന്ദിതപദോ നൂനം മനീഷ മമ. ഇത് വെറും ഒരു പറച്ചിലല്ല, സുനിശ്ചിതമായ അനുഭവമാണ്. നൂനം മനീഷ മമ. അത് തന്നെയാണ് ഗുരുദേവൻ ഇവിടെ പറയുന്നത്. അവിരളം ആകുമിതാകവേ അറിഞ്ഞാൽ, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യത്തെ പൂർണ്ണമായി അറിഞ്ഞാൽ. സാറേ, അതാണല്ലോ ബുദ്ധിമുട്ടി. പൂർണ്ണമായിട്ട് എങ്ങനെ അറിയാൻ പറ്റും? അതല്ലേ ഗുരുദേവൻ ആവർത്തിച്ചു പറയുന്ന സമയെ ആശ്രയിക്കൂ. സമയെ ആശ്രയിച്ചിട്ട് അഭ്യാസകാലത്ത് അനുഭവമില്ലെങ്കിൽ പോലും ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം എന്ന് തീരുമാനിക്കൂ. കാണുന്നതൊക്കെ ബ്രഹ്മം. അത് മനസ്സിൽ അഭ്യസിച്ചുറപ്പിക്കാമെങ്കിൽ ഈ നിലയിലെത്താം. അവിരളം എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് അത് വളരെ ദൂരെ അന്വേഷിച്ചു പോയി കണ്ടെടുക്കേണ്ടതൊന്നുമല്ല. അവിരളമാകും ഇതാകവേ അറിഞ്ഞാൽ അവൻ അതിരറ്റ സുഖം ഭവിച്ചിടുന്നു. ഗുരുദേവൻ അതൊക്കെ വ്യക്തമായി അനുഭവിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. കർമ്മത്തെക്കുറിച്ചാണല്ലോ പലർക്കും ഗീത എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യണം എന്ന് പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ഇതിൽ പരമൊരു അബദ്ധം പിന്നെ മറ്റൊന്നുമില്ല. ഗീത എപ്പോഴും കർമ്മം ചെയ്യണം എന്നാണോ പ്രേരിപ്പിക്കുന്നത്? എവിടെ പ്രേരിപ്പിക്കുന്നു? അപ്പോൾ ഗീത നൈഷ്കർമ്മ്യസിദ്ധിയാണ്. കർമ്മത്തിന്റെ കണിക പോലും ഇല്ലാത്ത വസ്തുവിനെ കണ്ടെത്തുക. കർമ്മമാണ് ജഡം. ഈ രതി മുതൽ കർമ്മമാണ്. കാമം, രതി, അത് അഹന്തയാവുന്നു. അഹന്ത, ഇന്ദ്രിയാന്തകരണം, ഇവിടെയൊക്കെ കർമ്മമാണ്. എല്ലാം കർമ്മം. ഈ ജഗത്തിൽ കർമ്മം ഇല്ലാത്ത ഒരു വസ്തുവും ഒരിടത്തുമില്ല. ഈ ജഡങ്ങൾ പോലും നിരന്തരം അതിവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. വെറും ജഡങ്ങളായി നമ്മൾ കാണുന്ന വസ്തുക്കൾ പോലും, അതിലെ പരമാണുക്കൾ അതിവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചലനവേഗത കൊണ്ട് ചലനമില്ലെന്ന് തോന്നുന്നു. അതാണ് ശുദ്ധജഡത്തിൽ. അല്ലാതെ അത് ചലിക്കാത്ത വസ്തുവൊന്നുമല്ല. പലരും വീമ്പിളക്കുന്നത് കർമ്മം, എന്റെ ഇഷ്ടം,
ഇവിടെ ഒരു വ്യക്തിക്കും അവനവന്റെ ഇഷ്ടമായിട്ട് കർമ്മം ചെയ്യാനേ സാധ്യമല്ല. ഇഷ്ടമെന്ന് തോന്നുന്നത് പ്രകൃതിയുടെ പ്രേരണ അവനിഷ്ടമായി അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത്. അർജുന, ഈ ലോകത്ത് ഒരു വസ്തുവും ഒരു കുഞ്ഞും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. കാര്യത്തെ അവശകർമ്മ, അവശനായി കർമ്മം ചെയ്യുന്നു. പ്രകൃതി ജയർഗുണൈഹ, പ്രകൃതി അവനെ പ്രേരിപ്പിക്കുന്നു. സത്വഗുണമാണെങ്കിൽ അതനുസരിച്ച കർമ്മം, രജോ ഗുണമാണെങ്കിൽ അതനുസരിച്ച കർമ്മം, തമോ ഗുണമാണെങ്കിൽ അതനുസരിച്ച കർമ്മം. ഒരു നിമിഷം അതിൽ നിന്നും മാറി നിൽക്കാൻ സാധ്യമല്ല. ഇല്ല, സാധിക്കും എന്നാരെങ്കിലും വീമ്പിളക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു 10 മിനിറ്റ് കർമ്മം ഒരു മിനിറ്റെങ്കിലും ഒന്ന് കർമ്മം ചെയ്യാതിരുന്ന് നോക്കട്ടെ. ശരീരം ഇളകാതിരുന്നാൽ മാത്രം പോരാ, മനസ്സ് കർമ്മം ചെയ്യരുത്, പ്രാണൻ കർമ്മം ചെയ്യരുത്. സകലതും കർമ്മമാണ്. ചലിക്കുക, കർമ്മമയമാണ് ഈ പ്രപഞ്ചം. അതാണ് ബ്രഹ്മം കർമ്മം, 2 ഘടകങ്ങളേ ഉള്ളൂ. കർമ്മം ജഡപ്രപഞ്ചം, ബ്രഹ്മം അഖണ്ഡ ബോധം. മൂന്നാമതൊരു വസ്തുവും ഇവിടില്ല. കർമ്മം എന്ന് പറഞ്ഞാൽ ജഡപ്രപഞ്ചം. അതിൽ അമീബ പോലും ചലിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യചന്ദ്രന്മാർ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കൊരു നിമിഷം അവരുടെ ചലനം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. ഇവിടെ കർമ്മം ചെയ്താലും ഇല്ലെങ്കിലും വസ്തു കർമ്മമല്ല, അഖണ്ഡബോധമാണ്, ആനന്ദഘനമായ ബോധമാണ്. അത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. അവിരളം ആകുമിതാകവേ അറിഞ്ഞാൽ അതിന് വിരളതയൊന്നുമില്ല. എവിടെയും അതുണ്ട്. നമ്മളതാണ് മനസ്സിന്റെ സമനില ശീലിച്ച് അതിനെ ഒന്ന് കാണാൻ ശ്രമിച്ചാൽ മതി. അവിരളമാകും ഇതാകവേ അറിഞ്ഞാൽ അവൻ അതിരറ്റ സുഖം ഭവിച്ചിടുന്നു. അതിരറ്റ സുഖം. ആ സുഖത്തിന് പിന്നെ അതിരില്ല. എവിടെ തുടങ്ങിയെന്നോ എവിടെ ഒടുങ്ങുന്നതെന്നോ ഒന്നുമില്ല. ഒരാനന്ദ സമുദ്രം. ഞാനും അതുതന്നെ എന്ന് വ്യക്തമായി അനുഭവിക്കാറാവുന്നു. ഉള്ളിൽ വ്യക്തമായി അത് അനുഭവപ്പെടുവേ, അല്ല വെറുതെ ഇതൊന്നും പറയുന്നതല്ല. അതുകൊണ്ടാണ് സവനമൊഴിഞ്ഞു സമത്വമറന്നു നിൽപ്പീലവനിയിലാരും അനാദി ലീലയത്രേ. ഇതെന്തുകൊണ്ട് എന്നൊന്നും ചോദിക്കരുത്. മായ, അനാദി ലീല, അനാദിയായിട്ടുള്ള ഒരു ഇന്ദ്രജാല പ്രകടനം. അവിരളമാകും ഇതാകവേ അറിഞ്ഞാൽ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ സത്യത്തെ പൂർണ്ണമായി അറിയാൻ കഴിഞ്ഞാൽ എങ്ങനെയാ പൂർണ്ണമായി അറിയുക? അതല്ലാതെ മറ്റൊന്നുമില്ല. കാണുന്നതൊക്കെ ആ സത്യമാണെന്നുറപ്പിക്കുക, കാണുന്നതൊക്കെ ബ്രഹ്മം എന്നുറപ്പിക്കുക. ആകവേ അറിഞ്ഞാൽ അവൻ അതിരറ്റ സുഖം ലഭിച്ചിടുന്നു. അപ്പോ ആരും എന്റെ ഇഷ്ടമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, ഞാനാണ് പ്രവർത്തിക്കുന്നത്, അങ്ങനെയൊന്നും അഹങ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. വേറെ ചിലർ ചോദിക്കുന്നത് അതല്ല, ഈ ഗീതയൊക്കെ അങ്ങ് പഠിച്ച് ഈ കർമ്മമൊക്കെ നിന്നുപോയാൽ ലോകം തന്നെ നിന്നുപോകില്ലേ? എന്നോട് പലരും ചോദിച്ചാണ്. ഇത് കേട്ടാൽ തോന്നുന്നു ലോകം നിന്നുപോയാൽ ഇയാൾക്ക് എന്തോ വലിയ അപകടം സംഭവിക്കുമെന്ന്. ഒരു മിനിറ്റിരിക്കാനൊക്കില്ല അവന്റെ കർമ്മം ചെയ്യാതെ. എന്തെങ്കിലും കർമ്മം അവൻ ചെയ്തിരിക്കും, ചെയ്തേ തീരൂ. അങ്ങനെയുള്ള ആളാണ് ചോദിക്കുന്നത്, കർമ്മത്തിൽ നിന്നൊക്കെ പിന്മാറിയാൽ ലോകമൊക്കെ നശിച്ചു പോകില്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഒന്ന് പിന്മാറി നോക്കും, പറ്റുമെങ്കിൽ ഒന്ന് പിന്മാറി നോക്കൂ. അത്രേ ഉത്തരം പറയാനുള്ളൂ. ഗുരുദേവന് ഇതാ വീണ്ടും പറയുന്നു, ഇവിടെ രണ്ട് കാര്യം. ഒന്ന് കർമ്മം, അതായത് ജഡം. മറ്റൊന്ന് ചിത്ത്, ബോധം. ഈ രണ്ടെണ്ണമേ ഇവിടെ ഉള്ളൂ. വെറും കർമ്മത്തെ അംഗീകരിച്ചാൽ ജഡം, അതിന്റെ പിന്നാലെ പരക്കം പാഴണം.
അവസാനം പൂർണ്ണ നിരാശ. കർമ്മം ഭ്രമമാണ്, ബോധത്തിലെ ഭ്രമം. ഭ്രമത്തിന്റെ പിന്നാലെ പായുന്ന ആരാ രക്ഷപ്പെടാൻ പോകുന്നത്? ഗുരുദേവൻ അത് തീർത്തു പറയുന്നു അടുത്ത പദ്യത്തിൽ, 72-ാം പദ്യത്തിൽ. അതൊക്കെ ഇനി നമുക്ക് സ്പഷ്ടം. ക്രിയ ഒരു കൂറിത് അവിദ്യ, കർമ്മം ഒരു വശത്ത്. അതാണ് ലോകം മുഴുവൻ ഇന്ന് കാണുന്നത്, കർമ്മമാണ്. എന്നാൽ നിറഞ്ഞു നിൽക്കുന്നു അവിരളമായ ബോധസത്യം. അതാരും കാണാൻ കൂട്ടാക്കുന്നില്ല. ക്രിയ ഒരു കൂറിത് അവിദ്യ. എന്തുകൊണ്ട് അവിദ്യ? ദുഃഖം, ദുഃഖം, അവസാനം ദുരന്തം. അതുകൊണ്ട് ബോധത്തെ ആശ്രയിക്കാത്ത കർമ്മം അവിദ്യ. നേരെ മറിച്ച് ബോധത്തെ കൂടെ ആശ്രയിക്കൂ, അത് കേവലം ചിന്മയി മറുകൂറ്, കേവലമായ സത്യം, ബോധം, ചിന്മയി, ബോധമയി. അങ്ങനെ ഒരു വിദ്യ, അതിനെയാണ് വിദ്യ എന്ന് പറയുന്നത്. കേവലം ചിന്മയി മറുകൂറിത് വിദ്യ. ഇത് രണ്ടും മായയാണ്. വിദ്യയും മായ, അവിദ്യയും മായ. കാരണം പരമസത്യത്തിലെത്തിയാൽ അവിടെ വിദ്യയുമില്ല, അവിദ്യയുമില്ല. പരമസത്യത്തിലേക്കുള്ള മാർഗം വിദ്യ, പരമസത്യമല്ല. പരമസത്യത്തിൽ എത്തിച്ചേരാനുള്ള മാർഗം വിദ്യ. പരമസത്യത്തെ പാടെ വിട്ടിട്ട് ജഡത്തിന്റെ മാത്രം പിന്നാലെ പായുന്ന ഏർപ്പാട് അവിദ്യ. ഗുരുദേവൻ ഇതാ തീർത്തു പറയുന്നു, നിയതമിതിങ്ങനെ നിൽക്കിലും, മായയാലേ നിയതമിതിങ്ങനെ നിൽക്കിലും. ഇത് മായയുടെ വേർതിരിവാണ്. അവിദ്യ, വിദ്യ. സത്യത്തെ കൂടെ ആശ്രയിക്കുന്ന മായ വിദ്യ. സത്യത്തെ പാടെ തിരസ്കരിച്ച് കർമ്മത്തിൽ തന്നെ മുഴുകുന്ന മായ അവിദ്യ. മായ കൊണ്ട് ഇത് രണ്ടിങ്ങനെ ഉണ്ടെന്ന് തോന്നാം. നിൽക്കിലും മായയാലേ നിയതം ഇതിങ്ങനെ നിൽക്കിലും. ഇങ്ങനെ നിയതം നിയമനം ചെയ്ത് രണ്ടായി നിൽക്കുന്നത് പോലെ തോന്നുന്നു. നിയതം ഇതിങ്ങനെ നിൽക്കിലും പിരിഞ്ഞ് ഇവയെ രണ്ടിനെയും പുറന്തള്ളി, വിദ്യയെയും പുറന്തള്ളി അവിദ്യയെയും പുറന്തള്ളിയിട്ട് നിയതം ഇതിങ്ങനെ നിൽക്കിലും പിരിഞ്ഞ് അദ്വയ പരഭാവന തുര്യമേകിടുന്നു. അദ്വയ പരഭാവന ആണ്. നിങ്ങൾ ഈ അവിദ്യയും നോക്കാൻ പോണ്ട, വിദ്യയും നോക്കാൻ പോണ്ട. നിങ്ങൾ അദ്വയമായ ആ പരമാത്മസത്യത്തെ ധീരമായി ഭാവന ചെയ്ത് മുന്നോട്ട് പോകും. അദ്വയ പരഭാവന തുര്യമേകിടുന്നു. തുര്യം എന്ന് വെച്ചാൽ കേവല ബോധാനുഭവം. അതാണ് തുര്യാനുഭവം. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് 3 ലോകാനുഭവം. നാലാമത്തേത് തുര്യം എന്ന് പറഞ്ഞാൽ നാലാമത്തേത് കേവല ബോധാനുഭവം. ആത്മോപദേശതകം 28-ാം പദ്യത്തിൽ ഗുരുദേവൻ തുര്യത്തെ വിവരിച്ചിട്ടുണ്ട്. നമ്മളത് വളരെ വിവരിച്ച് അന്ന് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അടിമുടിയറ്റ് അടിതൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ജഡമറിവിയില്ല, അറിവിനു ചിന്തയില്ല, ഓതിടുകയുമില്ല. അറിവൽ അത് ഓർത്തിടയണം. ജഡമറിവിയിലതു ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ല. ഈ തുര്യബോധം ചിന്തിച്ചുണ്ടാക്കുന്ന അറിവല്ല. മേശ, കസേര എന്നുള്ള അറിവുകളൊക്കെ ചിന്തിച്ചുണ്ടാക്കുന്നതാണ്. തുര്യബോധം അതല്ല, കേവല ബോധാനുഭവം, ബ്രഹ്മാനുഭവം. അതാണ് തുര്യ അനുഭവം. അപ്പോ വിദ്യ, അവിദ്യ, വാസ്തവത്തിൽ ഇവിടെ ഗുരുദേവൻ പരമസത്യത്തിലേക്കുള്ള രാജപാത നമുക്ക് തെളിയിച്ചു തരാണ്. നിങ്ങൾ ഈ വിദ്യ, അവിദ്യ എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കാനും അതിനെക്കുറിച്ച് വാദപ്രതിവാദം നടത്താനും, അത് വിദ്യയാണോ ഇത് അവിദ്യയാണോ, ഇങ്ങനെ ഒന്നും ചിന്തിച്ചു കുഴയണ്ട.
നിങ്ങളൊന്ന് ചെയ്യൂ. എന്താ? പിരിഞ്ഞ് വിദ്യയെയും അവിദ്യയെയും മാറ്റി നിർത്തും. വിദ്യയോ അവിദ്യയോ ഞാൻ അതൊന്നും നോക്കുന്നില്ല. പിന്നെയോ അദ്വയ പരഭാവന, രണ്ടില്ലാത്ത ആ സത്യത്തിന്റെ ഭാവന തുടരൂ. അദ്വയ പരഭാവന തുര്യമേകിടുന്നു. അത് തുര്യാനുഭവത്തിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കും. ഞങ്ങളിങ്ങനെ വേദാന്തികൾ അവിദ്യയെന്നും വിദ്യയെന്നും ഒക്കെ വേർതിരിച്ചൊക്കെ കാണിക്കും. വാസ്തവത്തിൽ ഈ ശാസ്ത്ര ചർച്ച തന്നെ കുറെ പേരെ സത്യത്തിൽ നിന്നും അകറ്റിക്കളയുന്നുണ്ട്. പക്ഷെ അതിൽ കിടന്ന് ഇങ്ങനെ കൊഴുകയാണ്. അത് വിദ്യയാണോ? അങ്ങനെ ഒന്നും അതിന് വരം വിട്ട് ഒന്നും തിരിക്കാനൊക്കില്ല. എവിടം വരെ വിദ്യ? എന്താ ഈശാവാസ്യോപനിഷത്ത് പറയുന്നില്ലേ, വിദ്യ അവിദ്യ അതൊന്നും വേർതിരിക്കാൻ സാധ്യമല്ല, രണ്ടും ഒരുമിച്ചറിയൂ. അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാം. ഏതല്ല ഒരുമിച്ചറിയൽ തന്നെയാണ്. വിദ്യയുമില്ല അവിദ്യയുമില്ല. ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. നിശ്ചയിച്ചോ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് നിശ്ചയിച്ചു. എന്നാൽ പിന്നെ ഈ മൈക്കിനെ ബ്രഹ്മമാണെന്ന് ഉള്ളിൽ കാണാൻ പറ്റുമോ? അത് തീരുമാനിക്കൂ, മൈക്ക് ബ്രഹ്മമാണ്. ഈ മൈക്ക് ബ്രഹ്മമാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്താ പ്രയോജനം സാർ? അല്ല, ശത്രു ബ്രഹ്മമാണ് എന്ന് വിചാരിക്കാൻ കഴിയുമോ? ഒരു ശത്രു പണ്ട് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആൾ ഒരു ദിവസം ഇങ്ങനെ വരികയാണ് നമ്മുടെ നേരെ. അയാളെ കണ്ടു, ശത്രു എന്ന് പെട്ടെന്ന് തോന്നി. അല്ല, ഇവിടെ ശത്രുവില്ല, ആരുമില്ല, ബ്രഹ്മമാണ് തോന്നിയോ? എന്താ? ശത്രുഭാവന കൊണ്ട് എന്തെന്തൊക്കെ മനുഷ്യ മനസ്സിന് കാലുഷ്യവും ഇളക്കങ്ങളും ഉണ്ടാകുമോ എല്ലാം തീരും. മൈക്ക് ബ്രഹ്മമാണെന്ന് ചിന്തിച്ചാലും കുറെയൊക്കെ തീരും. ചിലപ്പോ വേറൊരാളുടെ മൈക്കായിരിക്കും അതിരിക്കുന്നു, നല്ല കാണാനൊക്കെ കൊള്ളാം, എനിക്കിത് കിട്ടിയാൽ കൊള്ളാം എന്ന് കാണും വരും. എങ്ങനെയെങ്കിലും അവനെ കളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? നേരെ മറിച്ച് മൈക്ക് ബ്രഹ്മമാണ്, കൊണ്ടുപോകാൻ പറ്റിയാൽ കൊണ്ടുപോകാലും ശരി, ഇവിടെ ഇരുന്നാലും ശരി, അത് ബ്രഹ്മമാണ്. കുണ്ഠിതമില്ല. കൊണ്ടുപോയാലും കുണ്ഠിതമില്ല, കൊണ്ടുപോയില്ലെങ്കിലും കുണ്ഠിതമില്ല. മനസ്സിന് കുണ്ഠിതമില്ലായ്മയാണ് ബ്രഹ്മാനുഭവത്തിന്റെ ലക്ഷണം. അത് എല്ലാം ബ്രഹ്മമാണെന്ന് ഉറപ്പിച്ചാൽ ആർക്കും ഗംഭീരമായി എവിടെയും അതനുഭവിക്കാൻ പറ്റും. ആരുമായും നിർബന്ധപൂർവമായ വഴക്കില്ല, ഒന്നിലും നിർബന്ധമില്ല. അവിടെ എല്ലാ പ്രലോഭനങ്ങളും വഴിമാറിത്തരും നിശ്ചയമായും. ക്രിയയൊരു ജാതി ഉരുകൂറിത വിദ്യ, കേവലം ചിന്മയി മടുകൂറ് ഇത് വിദ്യ, മായയാലേ നിയതം ഇതിങ്ങനെ നിൽക്കലും. മായ കൊണ്ടിങ്ങനെ രണ്ടായി നമുക്ക് തോന്നാം, എങ്കിലും പിരിഞ്ഞ് അവയെ രണ്ടിനെയും വേർപെടുത്തി വിട്ടിട്ട്, പിരിഞ്ഞെന്ന് വെച്ചാൽ അതാണ്, അവയെ രണ്ടിനെയും പിരിച്ചുവിടുക. നമ്മൾ പലയിടത്തും തൊഴിലാളികളെയും മറ്റും പിരിച്ചുവിടുന്നില്ലേ, അതുപോലെ ഈ വിദ്യയെയും അവിദ്യയെയും പിരിച്ചുവിട്ടേക്കുക. ഇനി നിങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല, വീട്ടിൽ പൊക്കോളി. പിരിഞ്ഞ് അദ്വയ പരഭാവന, അദ്വയമായ ആ രണ്ടിന്റെ കണിക പോലുമില്ലാത്ത ആ പരമസത്യത്തെ സർവത്ര ഭാവന ചെയ്യൂ. തുര്യമേകിടുന്നു. അത് കേവല ബോധാനുഭവത്തിൽ, കേവല ആനന്ദാനുഭവത്തിൽ നിശ്ചയമായും നിങ്ങളെ കൊണ്ടെത്തിക്കും. ഇതാണ് രാജപാത. മറ്റ് ഒരുപാട് ചർച്ച ചെയ്യാനൊന്നും ഉണ്ടാകും. ഈ ആത്മോപദേശത്തിൽ വ്യക്തമായ ഗുരുദേവൻ അങ്ങനെ ചില രാജപാതകൾ നമുക്കാർക്കും അംഗീകരിച്ച് നടപ്പിലാക്കാവുന്ന രാജപാതകൾ, സമ എന്ന ശക്തിയെ സമാശ്രയിച്ചുകൊണ്ട് സമതൻ വിശേഷം ഏകം. അന്യയ്ക്ക് ഒരുപാട് വിശേഷങ്ങൾ വരും. ഇത് കുളം, ഇത് ചട്ടി, ഇത് സൂര്യൻ, ചന്ദ്രൻ എന്നൊക്കെ വരും. നേരെ മറിച്ച് സമയ്ക്കോ, സമയെ ആശ്രയിക്കൂ. ഒരൊറ്റ വിശേഷം, വ്യവസായാത്മിക ബുദ്ധിരേഖ എന്ന് ഗീത പറയുന്ന വിശേഷം, തീരുമാനിക്കപ്പെട്ട ബുദ്ധി ഒന്നേ ഒന്ന്
എന്താ അത്? ബ്രഹ്മം. ബ്രഹ്മം, ബോധം. ഏത് നിലയിൽ ചിന്തിച്ചാലും ബോധം. മൈക്ക് എങ്ങനെ ബോധമാകും സാർ? മൈക്ക് ബോധത്തിൽ എനർജി സ്പന്ദിച്ച് എനർജിയല്ലേ മൈക്കായിട്ടിരിക്കുന്നത്? പുറമേ നിന്ന് അന്വേഷിക്കുന്നവർക്ക് പോലും ബോധത്തിൽ സ്പന്ദിക്കുന്ന എനർജി ബോധം തന്നെ. ആ എനർജിയാണ് മൈക്കായിരിക്കുന്നത്. ഇതാർക്കും നിഷേധിക്കാൻ പറ്റും? അപ്പോ മൈക്കിനെ വിശകലനം ചെയ്ത് ചെല്ലുമ്പോൾ മൈക്ക് ബോധം തന്നെ. ആർക്കാ തടയാൻ കഴിയുക? പിന്നൊന്ന്, ബോധത്തിന്റെ സാന്നിധ്യത്തിലല്ലാതെ മൈക്കിനുള്ളതാവാൻ പറ്റുമോ? ഏതെങ്കിലും ബോധം ഉണ്ടെന്ന് പറഞ്ഞാലല്ലേ മൈക്കുള്ളതാവൂ? അതുകൊണ്ടും ബോധം തന്നെയാണ് മൈക്ക്. ഇങ്ങനെ ഏത് വഴിയിൽ ചിന്തിച്ചാലും മൈക്ക് ബോധമാണ്. ശാസ്ത്രം, ഞാനിത് ആവർത്തിച്ച് പറയുന്നത്, സാറ് പറയുന്നു എല്ലാം ബ്രഹ്മം, മൺകട്ട ബ്രഹ്മം. അതിപ്പം നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കുകയല്ല, ശാസ്ത്രീയമായിട്ട് ചിന്ത ചെയ്ത് ഉറപ്പിച്ചിട്ട് തീരുമാനിക്കൂ. മണ്ണ് ബോധമാണ്, യാതൊരു സംശയവും ഇല്ല. ഇതാണ് രാജപാത. എന്ത് കണ്ടാലും സമയാശ്രയിച്ചുള്ളിൽ. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, പുറത്തൊന്നും ആരോടും പറയണ്ട, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അന്യരെ എന്തിന് ശല്യപ്പെടുത്തണം? ഇത് നമ്മുടെ ഒരു രഹസ്യം. കൃഷ്ണൻ ആവർത്തിച്ചാവർത്തിച്ച് പറയും, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യം. ഞാനൊന്ന് തീരുമാനിച്ചു, എങ്ങോട്ട് നോക്കിയാലും ശരി, എന്ത് കണ്ടാലും ശരി, അതൊക്കെ എന്താ? ബ്രഹ്മം. ഇതെന്താ ബ്രഹ്മം? പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഗുരുദേവന്റെ അതിലളിതങ്ങളായ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഈ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള കരുത്ത് ജഗദീശ്വരൻ നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.